എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. പ്രിയ കുടുംബാംഗങ്ങളെ, ഞാൻ ഇന്ന് നമ്മുടെ സജ്ജനങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ, കേരളത്തിൽ ആൾദൈവങ്ങൾ, കേരളത്തിൽ മാത്രമല്ല ഭാരതത്തിൻ്റെ പല ഭാഗത്തും നിരവധി ആൾദൈവങ്ങളുണ്ട്. അതിൽ നമുക്ക് അറിയപ്പെടുന്ന ഒരു ആൾദൈവമാണ് സായിബാബ. മറ്റൊരു കേരളത്തിൻ്റെ ഒരു ആൾദൈവമായിട്ട് ആൾക്കാർ കൊണ്ടു നടക്കുന്നതാണ് മാതാ അമൃതാനന്ദമയി. അപ്പോൾ പല സ്ഥലങ്ങളിലും വളരെ മോശമായ രീതിയിൽ തന്നെ സത്യസായി ഭാവയെയും അതുപോലെ തന്നെ ഈ പറയുന്ന മാതാ അമൃതാനന്ദമയിയൊക്കെ വളരെ മോശമായ രീതിയിൽ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ഞാൻ അവരുടെ ആ ഭാഷയിൽ എനിക്ക് പറയാൻ എനിക്ക് അത്ര കഴിവ് പോരാ. അതിന് പ്രത്യേകിച്ച് ഒരു PhD ഒക്കെ എടുക്കേണ്ട ഒരു ഇതാണ്. കാരണം വളരെ മോശമായ രീതിയിൽ വളരെ ആൾദൈവങ്ങളാണ്, ജനങ്ങളെ പറ്റിച്ചിട്ട് മുന്നോട്ട് പോകുന്നു, അങ്ങനെയാക്കുന്നു ഇങ്ങനെയാക്കുന്നു ഒക്കെയാണ് ഇവരെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ. മനുഷ്യനാവാണ് വേണ്ടത്, ദൈവമാകല്ല വേണ്ടെന്ന രീതിയിലും പറയുന്നുണ്ട്. ഹിന്ദുക്കളെയും മറ്റുള്ളവരെയും ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണെന്നൊക്കെ പറയുന്നുണ്ട്. അവർക്കൊരു കഴിവുമില്ല. ആ കഴിവില്ലാതെ മറ്റുള്ളവരെ പറ്റിക്കാൻ വേണ്ടി വേഷഭൂഷാദികൾ കെട്ടി നടക്കുന്ന ആൾക്കാരാണ്, ക്രിമിനലുകളാണ് എന്നൊക്കെ പറയുന്നുണ്ട്. കൊള്ളസംഘമാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ മാതാ അമൃതാനന്ദമയിയെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ മുന്നേക്ക് ഇത് കേട്ടിട്ടുണ്ട്. പല ആൾക്കാരും പറയുന്ന കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ മാതാ അമൃതാനന്ദമയിയെക്കുറിച്ച് ഞാൻ വെറുതെ ഒന്ന് കൃത്യമായിട്ടൊന്ന് അന്വേഷിക്കാൻ വേണ്ടി ശ്രമിച്ചു. ചെറിയ രീതിയിൽ, വിശാലമായി അന്വേഷിച്ചില്ല കേട്ടോ. അപ്പോഴാണ് ശരിക്കും ഈ പറയുന്ന ആൾക്കാരുണ്ടല്ലോ, ആൾദൈവം 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 എന്ന് പറയുന്നുണ്ടല്ലോ, അതിൽ കുറച്ച് കഴമ്പുണ്ട് എന്ന് എനിക്ക് തോന്നിയത്. ആ കഴമ്പുണ്ടാകുമ്പോൾ നമ്മളത് എല്ലാവരോടും പറയണം. കാരണം ഈ അമൃതാനന്ദമയി ദേവിയെ എന്തിനാണ് ആൾദൈവം എന്ന് വിളിക്കുന്നത്? അതിന് പുറകിലേക്കാണ് ഞാൻ പോയത്. കാരണം ഈ ഇത്രയും വർഷത്തിനിടയിൽ ഞാൻ ഇന്ന് വരെ അമൃതാനന്ദമയിയുടെ അടുത്തേക്ക് പോകാനോ അല്ലെങ്കിൽ കാണാനോ എനിക്ക് അവസരമുണ്ടായിട്ട് ഞാൻ ചെയ്തിട്ടുമില്ല. എന്നാൽ ഇപ്പം ഒരു കൊല്ലം മുന്നേ ഇങ്ങനെയുള്ള ഒരു ആൾദൈവമാണെങ്കിലും ഒന്ന് അവരെ കാണണമല്ലോ എന്ന് കരുതി ഞാൻ അവിടത്തേക്ക് പോയി. ജീവിതത്തിൽ ഒരേ ഒരു തവണ കാണാൻ വേണ്ടി മാത്രം. അവരോടൊരു ആരാധനയോ ബഹുമാനമോ ഒന്നും ഉണ്ടായിട്ടൊന്നല്ല, ഒന്ന് കാണാൻ ഉള്ളൊരു മോഹം. അങ്ങനെയാണ് ഞാൻ അവിടെ എത്തിച്ചേരുന്നത്. അവിടെ എത്തിച്ചേർന്നപ്പോൾ അതിവിശാലമായിട്ടുള്ള ഒരു ആശ്രമവും അതിനോട് ചുറ്റുവട്ടുള്ള നിരവധി സംവിധാനങ്ങളൊക്കെ അവിടെ ഉണ്ട്. പിന്നീട് കുറച്ചും കൂടി കാര്യങ്ങൾ, കാരണം ഈ മാതാ അമൃതാനന്ദമയിയെ കുറിച്ച് നമ്മൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കൊള്ളരുതായ്മകളെ കുറിച്ചൊക്കെ എടുത്ത് പറയുന്നുണ്ട്. കാരണം വെച്ചാൽ സ്വന്തം വീട്ടിൽ നടന്ന സംഭവങ്ങൾ നേരിട്ട് കണ്ട ആളെപ്പോലെയാണ് ഓരോ ആൾക്കാർ പറയുന്നത് കേൾക്കുന്നത്. അതിനിടയിൽ ഏതോ ഒരു വിദേശിയായ ഒരു വനിതയെ കൊണ്ടുവന്നിട്ട് അമൃതാനന്ദമയിയെ കുറിച്ച് കുറേ കാര്യങ്ങൾ പറയിപ്പിച്ചിട്ട് ഒരു ജോൺ ബ്രിട്ടാസ് എന്ന് പറഞ്ഞ ആൾക്കാർ വന്ന സമയത്തും നമുക്ക് ആശയക്കുഴപ്പം കൂടിയിട്ടാണുള്ളത്. ഏതായാലും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മാതാ അമൃതാനന്ദമയി ദേവി എന്ന് പറയുന്ന അവര് ആൾദൈവമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനും അതേപോലെ തന്നെ ആൾദൈവമാണ്. എന്നാൽ ആൾദൈവമല്ല, അവർ യഥാർത്ഥത്തിൽ ഒരു ദൈവം തന്നെയാണ് എന്ന് തോന്നുന്ന വിധത്തിലാണ് മറ്റ് ചില പ്രവർത്തനങ്ങളൊക്കെ കാണാൻ കഴിഞ്ഞത്. അപ്പോൾ എന്താണ് അവരുടെ പ്രവർത്തനം നമുക്ക് ചെറുങ്ങനെ ഒന്ന് നോക്കാം. എന്തുകൊണ്ട് അവർ ആൾദൈവമായി മാറുന്നു എന്നുള്ളത് നമുക്ക് നോക്കണം. 2004 ഇവർ ചെയ്ത ചില പ്രവർത്തനങ്ങളുണ്ട്. ആ സംഭവം എന്താ വെച്ചാൽ, ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അതിശക്തമായ രീതിയിൽ ഒരു സുനാമി ഉണ്ടായതായിട്ട് നമുക്കറിയാം. ആ സുനാമിയിൽ നിരവധി പ്രദേശങ്ങൾ പൂർണ്ണമായിട്ടും കടലെടുത്തുകൊണ്ട് പോയി. നിരവധി ആയിരക്കണക്കിന് ആൾക്കാരുടെ വീടുകൾ നഷ്ടമായി. തീരദേശം മുഴുവൻ തന്നെ കടലെടുത്തു എന്ന് തന്നെ പറയാം. അവിടെയുള്ള നിരവധി കുടിലുകളും പിന്നെ സ്ഥാപനങ്ങളും എല്ലാം തന്നെ, അതുപോലെ പല ആൾക്കാരുടെ ഉപജീവന മാർഗമായിട്ട് വള്ളങ്ങളും ഒക്കെ തന്നെ നഷ്ടപ്പെട്ടു എന്ന് നമുക്കറിയാം. ഈ അവസരത്തിൽ കേരളമെന്നോ അതല്ല ഭാരതമെന്നോ അല്ല, ലോകത്തിൻ്റെ തന്നെ എല്ലാ ഭാഗത്തും, കാരണം സുനാമി ബാധിച്ച എല്ലാ സ്ഥലത്തും ദുരിതാശ്വാസ ക്യാമ്പുകൾ സംഘടിപ്പിച്ചും അവർക്ക് വേണ്ടുന്ന ഭക്ഷണവും വസ്ത്രവും ഒക്കെ കൊടുത്തുകൊണ്ട്, അതുപോലെ തന്നെ മരുന്നുകളും മറ്റും വിതരണം ചെയ്തുകൊണ്ട്, അതേപോലെ തന്നെ ഓരോ സ്ഥലത്തും തകർന്നു പോയ സ്ഥലത്തുള്ള വീടുകൾക്ക് പകരം പുത്തൻ വീടുകൾ എടുത്തു കൊടുത്തുകൊണ്ട് അവിടെ ഒരു അവതാര പുരുഷൻ അല്ലെങ്കിൽ അവതാരമായിട്ടൊരാൾ വന്നു. പല സംഘടനകളും സർക്കാരുകളും മോഹന വാഗ്ദാനങ്ങൾ വാരി വിതറിയിട്ടുണ്ടെങ്കിൽ പോലും ഇന്നും നടപ്പിലാക്കാത്ത കാര്യം ചുരുങ്ങിയ കാലം കൊണ്ട് വളരെ ഭംഗിയായിട്ട് ലോകത്തിൻ്റെ പല ഭാഗത്തും അവർ നടപ്പിലാക്കി എന്നുള്ളത് കൊണ്ട് തന്നെ
അവരെ ആൾദൈവമായി കണക്കാക്കുന്നതിൽ തെറ്റുണ്ടോ? ഒരു കാര്യവും പ്രതീക്ഷിക്കാതെ, വോട്ട് പ്രതീക്ഷിച്ചിട്ടല്ല, ആരുടെയും കരുണയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും വോട്ടോ നോട്ടോ ഒന്നും പ്രതീക്ഷിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം ലോകമേ തറവാട് വസുദൈവ കുടുംബം എന്ന ചിന്താഗതിയിൽ അവിടെ ആർക്കാണോ ദുരിതം പറ്റിയത് അവരെല്ലാവരെയും അവിടെ ജാതിയുടെയോ മതത്തിൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെയോ വേരുകളില്ലാതെ സഹായിക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് എന്തുകൊണ്ട് ദൈവമെന്ന് വിളിച്ചുകൂടാ എന്നൊരു സംശയം എനിക്കുണ്ടായി. അതോടൊപ്പം തന്നെ അന്ന് ഈ സുനാമി ആഞ്ഞടിച്ചപ്പോൾ പല ആൾക്കാരും നേരിൽ കണ്ട കാഴ്ച മനസ്സിന്റെ സമനില പോലും തെറ്റിക്കുന്നതായിരുന്നു. അങ്ങനെയുള്ള ആൾക്കാർക്ക് മനഃശാസ്ത്ര കൗൺസിലിംഗ് എല്ലാ സ്ഥലത്തും നടത്താൻ ഈ പറയുന്ന സർക്കാർ ഇതര സംഘടനയായ അമൃതാനന്ദമയി മഠമാണ് മുന്നോട്ട് വന്നിട്ടുള്ളത്. വളരെ നല്ലൊരു കാര്യമല്ലേ? അതോടൊപ്പം അന്ന് ജോലി നഷ്ടപ്പെട്ട ആൾക്കാർക്ക് പുതിയ ജോലികൾ കൊടുത്തുകൊണ്ടും അവർക്കുള്ള ഈ വൈദ്യസഹായവും സാമ്പത്തിക സഹായവും ഒക്കെ തന്നെ കൊടുത്തു എന്ന് നമുക്കറിയാം. ഇതിനേക്കാൾ ഉപരി ഭാരതത്തിലെയും ശ്രീലങ്കയിലെയും മത്സ്യ മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് 700ഓളം വള്ളങ്ങൾ കൊടുത്തതും ഇതേ അമൃതാനന്ദമയി മഠമായിരുന്നു. അപ്പോൾ അവർക്ക് മത്സ്യബന്ധനത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് ചെയ്തു കൊടുത്തു എന്നർത്ഥം. ഇതും പോരാഞ്ഞത് ആലപ്പടപ്പ് എന്ന് പറയുന്ന ഒരു പഞ്ചായത്തുണ്ട്. ആ പഞ്ചായത്തിലാണ് ഏറ്റവും ശക്തമായ രീതിയിൽ സുനാമിയുടെ വിഷമം ഉണ്ടായത്. ഇനി ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ അവിടെയുള്ള ആൾക്കാർക്ക് രക്ഷപ്പെടുന്നതിന് വേണ്ടി അമൃത സേതു എന്ന പേരിൽ വലിയൊരു പാലം നിർമ്മിക്കുകയും ചെയ്തു. ആര്? സർക്കാരല്ല കേട്ടോ. അത് ചെയ്തതും സാക്ഷാൽ അമൃതാനന്ദമയി ദേവിയുടെ മഠം തന്നെയാണ്. അപ്പോൾ അവരെ നമ്മൾക്ക് ദൈവമെന്ന് വിളിക്കുന്നതിൽ തെറ്റുണ്ടോ? ഇത് തീർന്നിട്ടില്ല. ഇനി 2005 നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഗുജറാത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടായതായിട്ട് നമുക്കറിയാം. അതേ 2005 തന്നെ ബോംബെയിൽ വെള്ളപ്പൊക്കം ഉണ്ടായതായിട്ട് നമുക്കറിയാം. 2005 തന്നെ കാശ്മീരിൽ, അതുപോലെ തന്നെ പാകിസ്ഥാനിലും ഭൂകമ്പം ഉണ്ടായതായിട്ടും നമുക്കറിയാം. എവിടെയൊക്കെ? 2005 മാത്രം ഗുജറാത്തിലും മുംബൈയിലും കാശ്മീരിലും പാകിസ്ഥാനിലും അടക്കം നമ്മുടെ ശത്രുക്കളായി കാണുന്നു, അല്ലെങ്കിൽ നമ്മളെ ശത്രുക്കളായി കാണുന്ന പാകിസ്ഥാനിലടക്കം കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് അവിടെ കാരുണ്യ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത് വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് കൊടുക്കാനും വൈദ്യസഹായം വേണ്ടുന്നവർക്ക് അത്, ഭക്ഷണം വേണ്ടുന്നവർക്ക്, അതുപോലെ തന്നെ വസ്ത്രങ്ങൾ വേണ്ടുന്നവർക്ക് എല്ലാം കൊടുത്തുകൊണ്ട് ഒരു ഈശ്വരനെ പോലെ പ്രവർത്തിച്ച ഒരു വ്യക്തിത്വമാണ് ഈ പറയുന്ന മാതാ അമൃതാനന്ദമയി ദേവി. നമ്മൾക്ക് ആരാധന തോന്നുന്നത് എങ്ങനെയാ? നമ്മളോടുള്ള സ്നേഹവും നമ്മളോടുള്ള കരുതലും കണ്ടുകൊണ്ടാണ്. ഇത് കൂടാതെ നമുക്കറിയാൻ പറ്റും 2008 ബീഹാറിൽ വെള്ളപ്പൊക്കമുണ്ടായി. അന്ന് അവിടെ എത്തിയതും ഇതേ അമൃതാനന്ദമയി മഠത്തിന്റെ ആൾക്കാരാ. 2009 ആന്ധ്രയിൽ വെള്ളപ്പൊക്കമുണ്ടായി. അതേ 2009 തന്നെ കർണാടകയിൽ വെള്ളപ്പൊക്കമുണ്ടായി. ഈ സമയത്തെല്ലാം തന്നെ അവിടെ എത്തിയത് ഈ പറയുന്ന അമൃതാനന്ദമയി മഠം തന്നെയാണ്. ഇനി ഇതിനേക്കാളും വളരെ വർഷങ്ങൾക്ക് മുന്നേ 2001 ഗുജറാത്തിൽ അതിശക്തമായ ഭൂകമ്പം ഉണ്ടായി. അവിടെ 1200 പേർക്കാണ് വീട് വെച്ച് കൊടുത്തത്. 1200 ഭവനങ്ങൾ. 2005 തമിഴ്നാട്ടിലെ കുംഭകോണത്ത് ഒരു വിദ്യാലയത്തിന് തീപിടിച്ചു. ആ തീപിടിച്ച സമയത്തും അതേ സമയത്ത് തന്നെ 2005 കണ്ണൂരിൽ ചാല എന്ന് പറയുന്ന സ്ഥലത്ത് ടാങ്കർ ലോറി മറഞ്ഞിട്ട് അതിശക്തമായിട്ടുള്ളൊരു അപകടം, ദുരന്തം നടക്കുന്നത്. ആ സമയത്തും ശിവകാശിയിൽ പടക്ക നിർമ്മാണശാലയിൽ പൊട്ടിത്തെറി നടന്ന സമയത്ത് അവിടെ നടന്ന ദാരുണ സംഭവത്തിലും അവർക്ക് വേണ്ടുന്ന സഹായഹസ്തവുമായി അവിടെ അവതാരമെടുത്തതും ഈ പറയുന്ന അമൃതാനന്ദമയിയാണ്. അതോടൊപ്പം 2013 ഉത്തരാഖണ്ഡിൽ വെള്ളപ്പൊക്കമുണ്ടായി. അതേ വർഷം ഇടുക്കിയിൽ ഉരുളുപൊട്ടലുണ്ടായി. അതുപോലെ തന്നെ 2010 ഭാരതത്തിന് വെളിയിലുള്ള ഹൈത്തി എന്ന് പറയുന്ന സ്ഥലത്ത് ഭൂകമ്പമുണ്ടായി. അമേരിക്കയിലുണ്ടായ കത്രീന ചുഴലിക്കൊടുങ്കാറ്റ് നമുക്കറിയാം, അതിശക്തമായ രീതിയിൽ ആഞ്ഞടിച്ചപ്പോൾ അന്ന് അമേരിക്കയുടെ കാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന ഒരു വിഭാഗമാണ്, അന്നത്തെ ഒരു ഇതാണ് ബുഷ് ക്ലിന്റൺ ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത്. അതിലേക്ക് $1 മില്യൺ സഹായം ചെയ്തുകൊണ്ട്
ലോകത്തിലുള്ള എല്ലാ ഭാഗത്തിലുള്ള ജനങ്ങളെയും സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നതും ഇതേ അമൃതാനന്ദമയി ദേവിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെയാണ് അമൃത സ്വാന്തനം എന്ന പേരിൽ സ്ത്രീകൾക്ക് ഏകദേശം 10,000-ഓളം സ്ത്രീകൾക്ക് ഹോം നേഴ്സിംഗ് പരിശീലനം ചെയ്തു കൊടുത്തിട്ടുള്ളതും ഇതേ അമൃതാനന്ദമയി ദേവിയാണ്. അതോടൊപ്പം 1999 തീപിടുത്തത്തിൽ വീട് നഷ്ടമായ ആൾക്കാർക്ക് 20 ബ്ലോക്ക് ഫ്ലാറ്റ് നിർമ്മിക്കാൻ വേണ്ടി ഹൈദരാബാദ് ഗവൺമെന്റ് സഹായം ചോദിച്ചത് ഈ പറയുന്ന മാതാ അമൃതാനന്ദമയി ദേവിയോടാണ്. അന്ന് 2002 ആ പറഞ്ഞ 20 ബ്ലോക്ക് നിർമ്മിച്ച് ഈ സർക്കാരിലേക്ക് കൈമാറുകയാണ് മാതാ അമൃതാനന്ദമയി ദേവി ചെയ്തിട്ടുള്ളത്. അതൊന്നും അവരുടെ പേരിൽ സൂക്ഷിച്ചു വെക്കല്ല ചെയ്തത്, അതൊക്കെ അത് ബന്ധപ്പെട്ട ആൾക്കാർക്ക് നേരിട്ട് കൊടുക്കുകയാണ് ചെയ്തത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെയാണ് ഇതേ 2002 പൂനെയിലെ ചേരി നിവാസികൾക്ക് വേണ്ടി 700 ഫ്ലാറ്റാണ് അമൃതാനന്ദമയി ദേവി ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. എവിടെ നോക്കിയാലും ആർക്കാണോ ബുദ്ധിമുട്ടുള്ളത് അവരെല്ലാം സഹായിക്കാൻ വേണ്ടി അമൃതാനന്ദമയി ദേവി വരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വനവാസികളായ കുട്ടികളുണ്ട്, നിരവധി വനവാസികളായ കുട്ടികൾക്ക് വിദ്യാഭ്യാസമില്ല, ഒന്നുമില്ലാതെ കഷ്ടപ്പെടുന്ന, അവരോട് താല്പര്യമില്ലാതെ കഴിയുന്ന 500ഓളം വനവാസികളായ കുട്ടികളെ സംഘടിപ്പിച്ച് അവർക്ക് അമൃത നികേതൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ടാക്കി അവിടെ താമസിപ്പിച്ച് അവരെ പഠിപ്പിക്കുന്നതും ഇതേ അമൃതാനന്ദമയി ദേവിയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾക്ക് പറഞ്ഞു തരാനോ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ പറയുമ്പോൾ അത് നമ്മളിലേക്ക് എത്തിക്കാൻ ആരും ഉണ്ടാവില്ല, അത് മറ്റാരോടും പറയില്ല. കാര്യമുണ്ടെങ്കിൽ അത് മാത്രം നേടിയെടുത്തിട്ട് അതിന് കുറ്റം പറയുന്ന ആൾക്കാരാണ് നമുക്കിടയിലുള്ളത്. തീർന്നിട്ടില്ല. 2011 ജപ്പാനിൽ വലിയൊരു ഭൂമികുലുക്കമുണ്ടായി. അതോടൊപ്പം ഒരു സുനാമിയും വന്നു. ആ സമയത്തും അവരെ സഹായിക്കാൻ വേണ്ടി $1 മില്യൺ US ഡോളറാണ് അവിടെ സഹായത്തിന് വേണ്ടിയിട്ട് കൊടുത്തത്. അവിടെ ജപ്പാനിൽ, അമേരിക്കയിൽ മാത്രമല്ല, ലോകത്ത് എവിടെ ദുരിതമുണ്ടായാലും അവിടെയൊക്കെ സഹായത്തിന് വരുന്നത് ഇതേ അമൃതാനന്ദമയി മഠമാണ്. ഇതുകൂടാതെ ഈ അമൃതശ്രീ എന്ന് പറയുന്ന ഒരു പദ്ധതി അവർ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു 2007. ഈ 2007 ഈ അമൃതശ്രീ പദ്ധതിയുടെ ഭാഗമായിട്ട് 5000 തൊഴിൽ സംഘങ്ങൾ അവർ ഭാരതത്തിന്റെ നാനാഭാഗങ്ങളിൽ തുടങ്ങിയിട്ടുണ്ട്. 5000 തൊഴിൽ സംഘങ്ങൾ. ആ തൊഴിൽ സംഘങ്ങളിലൂടെ ഏകദേശം 1 ലക്ഷത്തോളം പേർക്ക് തൊഴിൽ നൽകുന്നു. ഇന്നും ആ തൊഴിലുമായി മുന്നോട്ട് പോകുന്നു എത്രയോ ജനങ്ങൾ. സർക്കാർ കൊടുത്തതല്ലട്ട, സർക്കാരിന് നമ്മുടെ നികുതി പണം കൊണ്ടാണ് അവർ ചെയ്യുന്നതെങ്കിൽ ഇത് അവർക്ക് കിട്ടുന്ന സംഭാവനകൾ കൊണ്ട് മാത്രം അറിഞ്ഞു കൊടുക്കുന്ന ഇവരിങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് ചെയ്യുന്നതിൽ പങ്കാളിയാകാൻ വേണ്ടിയിട്ട് നിരവധി ആൾക്കാർ മുന്നോട്ട് വരുന്നു. കാരണം അവർ അത്ര കണ്ട് വിശ്വാസമാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇതുകൂടാതെ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായിട്ട് ഓരോ സ്ഥലത്തും നെയ്ത്ത് പഠിപ്പിക്കുന്നു, അതുപോലെ ഫാബ്രിക് പെയിന്റിങ് പഠിപ്പിക്കുന്നു, അതുപോലെ കൂൺ കൃഷി പഠിപ്പിക്കുന്നു, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ നന്നാക്കാനുള്ളത് പഠിപ്പിക്കുന്നു, അതുപോലെ തന്നെ തയ്യൽ തൊഴിലാളികളെ ഉണ്ടാക്കുന്നു. അങ്ങനെ ഏത് മേഖലയിലുള്ള ഇലക്ട്രോണിക് സാധനങ്ങൾ ഉണ്ടാക്കാനും അതിൻ്റെ അറ്റകുറ്റപ്പണികൾ ചെയ്യാനുള്ളത് പഠിപ്പിക്കുന്നു. അതുപോലെ പ്ലംബിംഗ് ജോലി, സ്ത്രീകൾ ആദ്യമായിട്ട് പ്ലംബിംഗ് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് പഠിപ്പിച്ച് അവരെ സജ്ജരാക്കിയതും സാക്ഷാൽ അമൃതാനന്ദമയി മഠം തന്നെയാണ്. എവിടെയാണ് ഇങ്ങനെ ഒരു സംരംഭം ഉള്ളത്? ഒരു സർക്കാരിനും ചെയ്യാൻ കഴിയാത്ത അത്ര തരത്തിൽ ഒന്നും പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന ലോകത്തുള്ള അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു സംഘടനയായിട്ട് മാതാ അമൃതാനന്ദമയി മഠം വളർന്നു കഴിഞ്ഞു, അല്ലെങ്കിൽ അവർ ചെയ്യുന്നുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇതൊന്നും കൂടാതെ തന്നെയാണ് ഈ മാനസികമായിട്ട് വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വിദ്യാലയങ്ങൾ, അതുപോലെ തന്നെ അന്ധരും അതുപോലെ തന്നെ ചെവി കേൾക്കാത്ത ആൾക്കാർ, ഇങ്ങനെയുള്ള ആൾക്കാർക്ക് അതിനു വേണ്ടിയിട്ട് ആ കഴിവ് തിരിച്ചു കിട്ടുന്നതിനുള്ള വിദ്യാലയങ്ങൾ, അങ്ങനെ നിരവധി മേഖലയിലുള്ള വിദ്യാലയങ്ങളും ഏകദേശം 50-60ഓളം വിദ്യാലയങ്ങൾ ഇന്ന് അവർ നടത്തുന്നുണ്ട്. അതും കൂടാതെയാണ് ഇപ്പോൾ അമൃതനിധി എന്ന പേരിൽ ഏകദേശം കുറേ വർഷമായിട്ട് നടക്കുകയാണ്. വളരെ താഴെക്കടയിലുള്ള വിധവകളെ സഹായിക്കാൻ വേണ്ടി
അതുപോലെ മാനസികമായി അല്ലെങ്കിൽ ശാരീരികമായി ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ സഹായിക്കുന്നതിന് വേണ്ടി പെൻഷൻ കൊടുക്കുന്നു. വോട്ടൊന്നും പ്രതീക്ഷിച്ചല്ല കേട്ടോ. അപ്പൊ ഇത്തരത്തിൽ നിരവധി നിരവധി കർമ്മങ്ങളാണ് ഓരോ ദിവസവും അവർ ചെയ്തുകൊണ്ടുവരുന്നത്. ഇതിനേക്കാൾ ഉപരിയുണ്ട് കേട്ടോ വേറെ കാര്യങ്ങൾ. കാരണം ആത്മീയമായിട്ടുള്ള ഒരു ജീവിതത്തിൽ ആത്മഹത്യയിലേക്ക് പോകാതെ അവരെ ജീവിതത്തിന്റെ ഉന്നതിയിലേക്ക് എത്തിക്കണമെങ്കിൽ അവർക്ക് ആത്മീയമായ വിദ്യാഭ്യാസം വേണമെന്നുള്ളത് കൊണ്ട് ആത്മീയമായ വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി പല ഭാഗങ്ങളിലായിട്ട് ആശ്രമങ്ങൾ പണിത് അവരിലൂടെ അതിൻ്റെ സന്യാസിവരന്മാരിലൂടെ സ്വാമിമാരിലൂടെ ആത്മീയ വിദ്യാഭ്യാസം സൗജന്യമായി കൊടുക്കുന്നു. നമ്മുടെ സനാതന ധർമ്മത്തിനെ വലിയൊരു മുതൽക്കൂട്ടായിട്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത്തിരി ലോകത്ത് ഒരു സർക്കാർ ഇതര സംഘടനയും ഇതുപോലെ ചെയ്യുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ ഈ സഹായ പ്രവർത്തനങ്ങളും ആ മനോഭാവം കണ്ട് 2005 ഐക്യരാഷ്ട്രസഭ ഇവർക്ക് പ്രത്യേകം അംഗീകാരം കൊടുത്തു. ഒരു ഗവൺമെന്റിന് മാത്രം കൊടുക്കുന്ന ഒരു പദവിയാണ് ഇവർക്ക് കൊടുത്തിട്ടില്ല. കാരണം ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഈശ്വരനെ പോലെ അവതാരം ചെയ്ത് അവർക്ക് സഹായം ചെയ്യാനുള്ള മനോവികാരമുള്ള ആ അമ്മയുടെ ആ അമൃതാനന്ദമയ മഠത്തിനെ അവർ ഐക്യരാഷ്ട്രസഭ പോലും ചേർത്ത് പിടിക്കാൻ അവരും ഇവരടുത്താണ് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ ഇവരോട് സഹായിക്കുന്നു. നൈജീരിയയിൽ കെനിയയിലടക്കം 108 വിദ്യാർത്ഥികൾക്കാണ് ഒരവസരത്തിൽ പഠനത്തിന് വേണ്ടിയിട്ടും താമസത്തിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം ചെയ്തു കൊടുത്തുകൊണ്ട് അവരെ ദത്തെടുത്തതുപോലെ കൊണ്ടുപോകുന്നത് 108 വിദ്യാർത്ഥികളെ. അപ്പോൾ അങ്ങനെ നിരവധി നിരവധി കാര്യങ്ങൾ ചെയ്യുന്ന അമൃതാനന്ദമയി ദേവിയെക്കുറിച്ച് വളരെ മോശമായ രീതിയിലാണ് ഞാൻ അടക്കമുള്ള ആൾക്കാർ ഇന്നും കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ എത്ര രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്, എത്ര വലിയ വലിയ കോടീശ്വരന്മാരായ ആൾക്കാരുണ്ട്. അവരാരെങ്കിലും ഇത്തരത്തിലൊരു സേവന പ്രവർത്തനം ചെയ്യുന്നുണ്ടോ? രാഷ്ട്രീയ പ്രവർത്തകന്മാർ ചെറുമാതിരി എന്തൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം. അതല്ലാതെ ഒരു നാടിനെ മുഴുവൻ സംരക്ഷിക്കുന്ന വിധത്തിൽ ഒരു സർക്കാരിന് പോലും സാധ്യമാകാത്ത തരത്തിൽ ഇത്തരത്തിൽ ചെയ്യുന്ന ആൾക്കാർ ആരാ ഉള്ളത്? നമ്മളൊന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾക്കൊരു ബുദ്ധിമുട്ട് വരികയാണ്. ഈ ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് നമ്മൾ പൊതുവെ എന്താ ചെയ്യുക? നമ്മൾ ഈശ്വരനോട് പ്രാർത്ഥിക്കുക ചെയ്യുക. ഭഗവാനെ, എൻ്റെ ഈ ബുദ്ധിമുട്ട് ഇല്ലാതാക്കി തരണേ, എൻ്റെ ദാരിദ്ര്യം ഇല്ലാതാക്കി തരണേ, എൻ്റെ രോഗങ്ങൾ ഇല്ലാതാക്കി തരണേ, എൻ്റെ പട്ടിണി ഇല്ലാതാക്കി തരണേ, എനിക്കൊരു ജോലി ഉണ്ടാക്കി തരണേ. ഇതെല്ലാം നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുമ്പോൾ ആ ഭഗവാൻ തന്നെ ഒരു സ്ത്രീ രൂപത്തിൽ വന്ന് ഇവിടുത്തെ സജ്ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി വരികയാണ്. അപ്പോൾ വസ്ത്രമില്ലാത്തവന് വസ്ത്രവും, വൈദ്യപരിശോധന അല്ലെങ്കിൽ മരുന്ന് വേണ്ടവന് മരുന്നും, അതുപോലെ തന്നെ വീട് വേണ്ടവന് വീടും, പെൻഷൻ വേണ്ടുന്നവന് പെൻഷനും, വിദ്യ വേണ്ടുന്നവന് വിദ്യയും, അതുപോലെ തന്നെ ഏതൊക്കെ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ആ രക്ഷാ സംവിധാനങ്ങൾ അടക്കം ചെയ്തു തരുന്ന ഈ ഒരു വ്യക്തിത്വത്തെ നമുക്ക് എന്തുകൊണ്ട് ദൈവം എന്ന് വിളിച്ചുകൂടാ? യഥാർത്ഥത്തിൽ ഹിന്ദു പുരാണത്തിൽ പറയുന്ന ദൈവം എന്ന് പറയുന്ന സങ്കല്പം ഇവിടുത്തെ സർവ്വചരാചരങ്ങളിലും ആ ഈശ്വരീയ ചൈതന്യം ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഹിന്ദു പുരാണങ്ങളിൽ കൃത്യമായി പറയുന്ന മറ്റൊരു കാര്യം വെച്ചാൽ ഇങ്ങനെ ആ ഓരോ വ്യക്തിത്വങ്ങളിലും ആ ഈശ്വര ചൈതന്യം ഉണ്ടെങ്കിൽ പോലും അവരുടെ ചൈതന്യത്തിന്റെ മഹത്വം മനസ്സിലാക്കാത്തത് കൊണ്ട് അവർ ഏതൊക്കെയോ തരത്തിൽ മൃഗീയമായ രീതിയിൽ ജീവിച്ചു പോവുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിലുള്ളത് ഈശ്വരീയമായ അംശമാണ്. എൻ്റെ ഉള്ളിലും ഈശ്വര ചൈതന്യമാണ്, എൻ്റെ മുമ്പിലുള്ള സകലരിലും ഈശ്വര ചൈതന്യമാണ് ഉള്ളതെന്നുള്ള ചിന്ത എപ്പോഴാണോ നമ്മൾക്ക് വരുന്നത്, ആ സമയത്താണ് യഥാർത്ഥത്തിൽ നമ്മളൊരു മനുഷ്യനായി തീരുന്നത്. ഒരു നരനായി തീരുന്നത് അങ്ങനെയാണ്, ഒരു നാരിയായി തീരുന്നത് യഥാസമയം അങ്ങനെയാണ്. എന്നാൽ ഈ നാരിയായിട്ടും ഈ നരനായും നമ്മൾ മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് നമ്മൾ എന്ത് വേണം? അതിനനുസരിച്ച് നമ്മൾ ജീവിക്കണം. തൻ്റെ മുന്നിലുള്ള സകല സഹജീവികളോടും സ്നേഹത്തോടും ബഹുമാനത്തോടും ആദരവോടും അവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് തിരിച്ച് ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കാതെ അവർക്ക് സഹായം ചെയ്യാൻ കഴിയുന്നെങ്കിൽ നമ്മൾ ആരായിത്തീരും? സാധാരണ നരനായ നമ്മൾ നാരായണനായി തീരുമെന്നാണ് ഹിന്ദു പുരാണം പറയുന്നത്. സാധാരണ നാരിയായ നമ്മൾ നാരായണിയായി തീരുമെന്നാണ് ഹിന്ദു പുരാണങ്ങൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എല്ലാവരെയും സ്നേഹിക്കുകയും ചേർത്ത് പിടിക്കുകയും ആർക്കൊക്കെയാണ് ദുരിതമുണ്ടാകുന്നത് അവിടെ ഓടിയെത്തുകയും അവർക്ക് അവിടെ വേണ്ടുന്ന സഹായങ്ങളും സഹകരണങ്ങളും എല്ലാം ചെയ്ത് വീട് കൊടുക്കുകയും അതുപോലെ തന്നെ എല്ലാവിധ സൗകര്യങ്ങളും കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയും തൊഴിലടക്കം ചെയ്തു കൊടുക്കുകയും പട്ടിണി മാറ്റുകയൊക്കെ ചെയ്യുന്ന ഈ സാധാരണ നാരിയായിട്ടുള്ള ഇവർ നാരായണിയായി തീർന്നു എന്ന് നമുക്ക് പറഞ്ഞാൽ എന്താണ് വിഷമം?
അങ്ങനെ ആയിത്തീരണം ഓരോ ആൾക്കാരും എന്ന് ഓരോ ആൾക്കാരും പല വേദികളിൽ പ്രസംഗിക്കുമ്പോൾ അത് കാണിച്ചു കൊടുക്കുകയാണ്. ജീവിതത്തിലൂടെ തൻ്റെ ജീവിതം തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ഒരു പാഠപുസ്തകം പോലെ തുറന്നു വെച്ച് കൊടുക്കുകയാണ്. ഇതുപോലെ നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട്. അമൃതാനന്ദമയി ദേവിയുടെ പ്രസംഗം എവിടെയും കേൾക്കാൻ പറ്റില്ല. അമൃതാനന്ദമയി ദേവി നിങ്ങൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്ന് ഒരു കവലയിലും പോയി പ്രസംഗിക്കാറില്ല. പക്ഷെ അത് കൃത്യമായി ജീവിതത്തിൽ കാണിച്ചു കൊടുക്കുന്നു. നിങ്ങൾ ഇങ്ങനെ ചെയ്യൂ. അവിടെ ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ട്, അവർക്ക് വീട് വേണം. കാരണം ഈ കേരളത്തിൽ തന്നെ ഏകദേശം 58,000 പേർക്ക് വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അമൃത കുടീരം എന്ന രീതിയിൽ വീട് വെച്ച് കൊടുത്തതായി നമുക്കറിയാം. വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുക ചെയ്യുന്നത്, കഴിവില്ലാത്ത ആൾക്കാർക്ക്. ഇന്നും ആ പദ്ധതിയുമായിട്ട് അവർ മുന്നോട്ട് പോകുന്നുണ്ട്. പെൻഷൻ കൊടുക്കുന്നു എത്രയോ ആൾക്കാർക്ക്. എന്നിട്ടും ഇത്തരം പുണ്യമായ കർമ്മം ചെയ്യുന്ന ആൾക്കാരാ, അല്ലെങ്കിൽ ഇങ്ങനെ കർമ്മം ചെയ്യുന്ന ആ മാതാ അമൃതാനന്ദമയ്യെ എല്ലാവരും പരിഹസിക്കുക. എന്തുകൊണ്ടാണെന്നറിയോ? ഇവരൊരു വോട്ട് ബാങ്കായി നിന്നിരുന്നുവെങ്കിൽ, ഇവരൊരു രാഷ്ട്രീയ സംഘടനയായിരുന്നെങ്കിൽ എത്രയോ വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഈ കേരളം ഭരിക്കാനുള്ള അനുയായികൾ അവർക്ക് ഉണ്ടാകുമായിരുന്നു. പക്ഷെ അവർ വോട്ട് ബാങ്ക് ആയിരുന്നില്ല. പക്ഷെ ഇവിടെ അമൃതാനന്ദമയി ദേവി ചെയ്യുന്ന ഏറ്റവും പുണ്യമായ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതുകൂടി പറഞ്ഞ് നമുക്ക് നിർത്താം. എന്താണെന്നറിയോ? ഈ കടലോര ഗ്രാമങ്ങളെല്ലാം തന്നെ, തീരദേശങ്ങളിലെല്ലാം തന്നെ ഒരു സമയത്ത് നല്ലതുപോലെ മതപരിവർത്തനം നടക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. ആ അവസരത്തിൽ അവർക്ക് സോപ്പോ ചീപ്പോ കണ്ണാടിയോ ഒക്കെ കൊടുത്തുകൊണ്ടാണ് ഇവർ മതപരിവർത്തനത്തിനായിട്ട് അവരുടെ അരികിലേക്ക് പോകുക. പക്ഷെ അവർക്ക് തൊഴിൽ നൽകി, അവർക്ക് വീട് നൽകി, അവർക്ക് വസ്ത്രം നൽകി, അവർക്ക് വൈദ്യസഹായം നൽകി, അവർക്ക് വിദ്യ നൽകി, അവരെ ഒരാൾ സംരക്ഷിക്കാൻ ഉണ്ടാകുമ്പോൾ അവർക്ക് എന്തിനാ പിന്നെ മതം മാറേണ്ടി വരുന്നത്? അങ്ങനെയുള്ള ആൾക്കാരെ ഇവരെ മതം മാറ്റാൻ പറ്റാത്ത ആ വിഷമം കൊണ്ട് മാതാ അമൃതാനന്ദമയി ദേവിയെ അവർ ആൾ ദൈവം എന്ന് വിളിച്ച് പരിഹസിക്കുന്നുണ്ടാകാം. കാരണം എന്താ? ഇവരിവിടെ നിലനിന്ന് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ മതമാറ്റ ലോബിക്ക് ഇവിടെ പ്രവർത്തിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാകും. അതുപോലെ തന്നെ ഭീമമായ ഓരോ ആൾക്കാരും രാഷ്ട്രീയ പാർട്ടിക്കാർ ചോദിച്ചാൽ കൊടുക്കില്ല ചില ആൾക്കാർ സംഭാവന. എന്നാൽ മാതാ അമൃതാനന്ദമയി ദേവി ചോദിക്കാതെ തന്നെ പലരും കൊണ്ടുപോയി പണം അവിടെ നിക്ഷേപിക്കാൻ. കാരണം അമൃതാനന്ദമയി ദേവിക്ക് അവിടെ പണം കൊടുത്തു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് എന്ത് ചെയ്യും? സാധാരണക്കാരിലേക്ക് എത്തും എന്നുള്ള ചിന്തയോടുകൂടി എന്ത് ചെയ്യുന്നു? പലരും അവിടെ പണം കൊണ്ട് കൊടുക്കുന്നു. അതിൽ അസൂയ മൂത്ത ചില ആൾക്കാര് മാതാ അമൃതാനന്ദമയി ദേവിയെ കുറ്റവും കുറവും പറഞ്ഞ് നടക്കുന്നുണ്ട്. മാതാ അമൃതാനന്ദമയി ദേവി ഒരു സമരത്തിലും ഉണ്ടാവാറില്ല. മാതാ അമൃതാനന്ദമയി ദേവി അല്ലെങ്കിൽ അമ്മ ആയിട്ടുള്ള ആ സ്ത്രീ എല്ലാവർക്കും ഒരു അമ്മയുടെ സ്ഥാനം തന്നെയാണ് നൽകുന്നത്. തൻ്റെ അരികിൽ വരുന്ന ശത്രുവിനെ പോലും മാറോട് ചേർത്ത് പിടിച്ച് സ്വാന്തനിപ്പിക്കുന്ന ആ ഒരു ആൾ രൂപം. ആൾ ദൈവം എന്ന് വിളിച്ചോട്ടെ, ഒരു തെറ്റുമില്ല. അവർ ആൾ ദൈവമല്ല, സാക്ഷാൽ ദൈവമാണെന്ന് എന്നെപ്പോലുള്ള ആൾക്ക് പറയാൻ പറ്റും. ഇതേപോലെ തന്നെയാണ് നമ്മുടെ സത്യസായി ബാബ. എത്രയോ വികസനമാണ് ആ നാട്ടിൽ കൊണ്ടുവന്നത്. ആരും അറിയാത്തൊരു നാടിനെ ലോക ഭൂപടത്തിന്റെ നെറുകയിലെത്തിച്ചത് സത്യസായി ബാബയായിരുന്നു. അതേപോലെ തന്നെയാണ് ഈ പറയുന്ന മാതാ അമൃതാനന്ദമയിയുടെ മഠം 1981 അവിടെ രൂപം കൊണ്ടതോടുകൂടി ആ നാട് ഇന്ന് ലോക ഭൂപടത്തിൽ നെറുകയിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ പരിഹസിക്കുന്ന ആൾക്കാർക്ക് അത് ചെയ്തുകൊണ്ടേയിരിക്കും. എന്നാൽ സാധാരണക്കാരായ നമ്മൾ ചിന്തിക്കേണ്ടത് മാതാ അമൃതാനന്ദമയി ദേവിയെപ്പോലെ ഓരോരോ അവതാരങ്ങൾ ഈ ഭാരതമണ്ണിൻ്റെ പല ഭാഗത്തായിട്ട് ഉദയം ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ സനാതനധർമ്മം ഇന്നും അതേപടി നിലനിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പറയുന്ന ആൾക്കാരൊക്കെ അങ്ങോട്ട് പറഞ്ഞോട്ടെ, അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ അവർക്ക് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നമ്മൾ പൂർണ്ണമായും പിന്തുണ കൊടുത്ത് അവരുടെ പ്രസ്ഥാനത്തെ വളർത്താൻ വേണ്ടി നിങ്ങളാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്നേ ഞാൻ പറയും. ഞാൻ ഇന്ന് വരെ അവിടെ 1 രൂപയുടെ സംഭാവന നൽകിയിട്ടില്ല. അത് വേറെ കാര്യം, എൻ്റെ കാര്യം പറയുന്നത്. ഞാൻ ഇന്ന് വരെ അവരുടെ ഒരു സത്സംഗങ്ങളിലോ പങ്കെടുത്തിട്ടില്ല. ഞാൻ ആകെ ഈ പറയുന്നത് ഈ 2024 ഒരു തവണ ആ അമൃതാനന്ദമയി മഠത്തിൽ പോയി ഒരു തവണ അവരെ നേരിട്ട് കണ്ടു. അതല്ലാതെ ആ ഒരു മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് ഇയാളെ കണ്ട് എന്നേ ഉള്ളൂ, സംസാരിച്ചിട്ട് പോലുമില്ല. പക്ഷെ അവരുടെ പ്രവൃത്തി, അവർ ചെയ്യുന്ന സേവനങ്ങൾ, അത് ഒരിക്കലും മറക്കാൻ കഴിയാത്ത, നമ്മളെല്ലാം അന്വേഷിക്കണം. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് നമ്മൾ തള്ളിക്കളയുകൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നല്ലത് എടുത്തു പറയാൻ നമുക്ക് കഴിയണം. ഇങ്ങനെയുള്ള നിരവധി ആശ്രമങ്ങൾ നമ്മുടെ നാടിൻ്റെ നാനാഭാഗങ്ങളിലുണ്ട്. അങ്ങനെയുള്ള, കാരണം സമാജത്തിന് ദോഷം ചെയ്യാത്ത, സനാതന ധർമ്മത്തെ മുറുക്കെ പിടിച്ചുകൊണ്ട്
എല്ലാവരെയും വസുദൈവ കുടുംബം പോലെ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഇത്തരത്തിലുള്ള ആശ്രമങ്ങളെയും സന്യാസി ശ്രേഷ്ഠന്മാരെയും അതുപോലെ തന്നെ സ്വാമിമാരെയും ഒക്കെ നമ്മൾ ചേർത്ത് പിടിക്കണം. അവർക്ക് ഇവിടുത്തെ എല്ലാവിധ കാര്യങ്ങളും ചെയ്തിരിക്കണം. അത് എവിടെയാണെന്നില്ല. നിങ്ങളുടെ നാട്ടിൽ ചെറിയ ആരും അറിയാത്ത ഒരു സ്വാമി ഉണ്ടോ, അവരെയും നമ്മൾ ചേർത്ത് പിടിച്ച് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് അവർക്കുള്ള പിന്തുണ കൊടുക്കണമെന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. ഏതായാലും മറ്റൊരു വീഡിയോയുമായി മറ്റൊരു അവസരത്തിൽ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.